അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നമുക്ക് അടുത്ത ലോഡ് വന്നേക്കുന്നത് ബാംഗ്ലൂർ നിന്ന് ചെന്നൈക്കാണ് അടുത്ത ലോഡ് വന്നേക്കുന്നത്. ബാംഗ്ലൂർ സ്റ്റേ ആയിരുന്നു. അപ്പോൾ ഇത്തവണ നമുക്ക് ലോഡ് വന്നേക്കുന്നത് കോംപ്ലാൻ്റെ ലോഡാണ്. കോംപ്ലാൻ നമ്മുടെ പൗഡറില്ലേ പിള്ളേരൊക്കെ കഴിക്കുന്ന ആ കോംപ്ലാൻ കയറ്റിക്കൊണ്ട് ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈയിലെ അവരുടെ ഒരു വെയർ ഹൗസ് ഉണ്ട്, അങ്ങോട്ടേക്ക് ഉള്ള ലോഡാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ കോംപ്ലാൻ്റെ ഇവിടുത്തെ അവരുടെ വെയർ ഹൗസ് ആണോ ഇനി ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടറുടെ വെയർ ഹൗസ് ആണോ എന്ന് അറിയത്തില്ല. എന്തായാലും കോംപ്ലാൻ്റെ ലോഡാണെന്നാണ് പറഞ്ഞത്. കോംപ്ലാനും മറ്റേ ഗ്ലൂക്കോൺ ഡി എന്ന് പറയുന്നൊരു സാധനമില്ല, ഗ്ലൂക്കോസിൻ്റെ നമ്മളെ പൗഡർ മേടിക്കത്തില്ല കടയാണ്. അപ്പോൾ അതുമാണ്, രണ്ടും കൂടെ മിക്സാണ്. എന്നാലും കോംപ്ലാനാണ് ലോഡെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് കോംപ്ലാൻ്റെ വെയർ ഹൗസിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ കോംപ്ലാൻ്റെ വെയർ ഹൗസിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ വന്നപ്പോൾ അവിടെ വേറെ 2 വണ്ടികൾ അവിടെ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് വേറെ ഏതോ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഗേറ്റിൻ്റെ വെളിയിൽ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി സെക്യൂരിറ്റി പറഞ്ഞു. ഇങ്ങോട്ട് വന്ന സ്ഥലമൊന്നും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല, കാരണം അവിടെ നല്ല തിരക്കായിരുന്നു. ബാംഗ്ലൂരിൽ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഉച്ചയൊക്കെ കഴിഞ്ഞ സമയമാണ്, നല്ലൊരു തിരക്കായിരുന്നു. നമ്മുടെ നൈസ് റോഡ് കഴിഞ്ഞിട്ടാണ് നെലമംഗലയ്ക്ക് പോകുന്ന വഴിക്കാണ് ഇവരുടെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വെയർ ഹൗസ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന വഴി എനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ വേറൊരു വണ്ടി നമ്മുടെ കൂടെ തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ വണ്ടിയല്ല, വേറെ നമ്മുടെ കൂടെ തന്നെ വന്നതാണ്, പുറകെ വന്നതാണ്. അപ്പോൾ ഇനി സെക്യൂരിറ്റി റൂമിൽ പോയിട്ട് നമ്മുടെ പേരും വണ്ടി നമ്പറും ഡീറ്റെയിൽസൊക്കെ എഴുതി അവിടെ സെക്യൂരിറ്റിയുടെ കൊടുക്കണം. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മുടെ ആ മറ്റേ വണ്ടികളെ ലോഡ് കയറ്റി കഴിഞ്ഞിട്ട് നമ്മളെ വിളിക്കാമെന്നാണ് പറഞ്ഞത്. അതുവരെ വണ്ടിയിൽ പോയിരുന്നോളാൻ വേണ്ടി നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞിട്ട്. ഇപ്പോൾ നെലമംഗലയ്ക്ക് പോകുന്ന വഴിക്ക്, അതായത് നമ്മുടെ നൈസ് റോഡ് കഴിഞ്ഞതിന് ശേഷം തന്നെ മുംബൈ റോഡിൽ കയറാതെ വരുന്ന ടോളുണ്ട്. ആ ടോൾ കയറാതെ കൊണ്ട് ഫ്രണ്ടോട്ട് പോയി കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു ഗ്രാമം എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ചെറിയ കുറേ വീടുകളൊക്കെ ഉണ്ടല്ലോ, ചെറിയൊരു സെറ്റിൽമെൻറ്റിലൊക്കെ ഇടയ്ക്കൂടെ പോകണം ഈ ഗോഡൗണിലേക്ക് എന്ന് പറഞ്ഞാൽ. ഗൂഗിൾ മാപ്പ് കാണിച്ചു തന്ന വഴി കൂടെ പോകുന്നത്, വേറെ വഴി ഉണ്ടെന്ന് തോന്നുന്നു. കാരണം അല്ല ഈ ഇത്രയും വലിയ വണ്ടികളൊന്നും ആ വഴി കൂടെ, ഞാൻ വന്ന വഴി കൂടെ പോകത്തില്ല. ഗൂഗിൾ മാപ്പ് പലപ്പോഴായിട്ട് നമുക്കിട്ട് പണി പറ്റിച്ചിട്ടുണ്ട്. ഈ ഡ്രൈവർമാരെന്ന് പറഞ്ഞാൽ അവരെന്നൊക്കെ പറഞ്ഞാൽ ഗൂഗിൾ മാപ്പൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ വണ്ടി ഓടിച്ച് അവരെന്നൊക്കെ പറഞ്ഞാൽ, അപ്പോൾ അവർക്ക് കുഴപ്പമില്ല. ഇപ്പോഴും നമ്മുടെ കമ്പനിയിലുള്ളവരും മിക്ക ഇതുപോലെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള പ്രായമുള്ള ഡ്രൈവർമാരെല്ലാവരും ഗൂഗിൾ മാപ്പ്, ഇപ്പോൾ സ്മാർട്ട് ഫോൺ പോലും ഇല്ലാത്ത ആൾക്കാരുണ്ട്. അവരൊക്കെ ഇപ്പോഴും നമ്മൾ മാപ്പ് നോക്കിയിട്ട് തെറ്റി, അവരൊക്കെ ഇത്രയും ടൗണിൻ്റെ അകത്ത് ഒരു മാപ്പ് നോക്കാതെ കൊണ്ടാണ് ഇപ്പോഴും പോകുന്നത്. അത്രയ്ക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരുപാട് ഡ്രൈവർമാരുണ്ട് നമ്മുടെ കമ്പനി. അപ്പോൾ നമ്മളെ സെക്യൂരിറ്റിയാണ് വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളോട് അങ്ങോട്ടേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞു. വണ്ടി റിവേഴ്സ് ഇടാനാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പോൾ അവിടെ വേറൊരു വണ്ടി ലോഡ് കയറ്റിയിട്ട് ലോഡ് കയറ്റി കഴിഞ്ഞാൽ ലോഡ് കയറ്റാൻ വേണ്ടി വന്ന, അതും അവനും ഇതുപോലെ ബാക്ക് തുറന്നിട്ട് ലോഡ് കയറ്റാൻ വേണ്ടി പിടിച്ചിരിക്കുകയാണ്. ഈ കിടക്കുന്ന അവരുടെ കമ്പനി വണ്ടിയാണ്. അതിനപ്പുറം എല്ലാം ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ്. ഈ ഒരൊറ്റ വെയർ ഹൗസ് മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ നമ്മൾ വണ്ടി കാലിയാണ്ടോ ലോഡ് ടാർപ്പാണ് വിരിക്കണം. കാരണം കോംപ്ലാനൊക്കെ ആയത് കാരണം അത് അല്ലെങ്കിൽ അതിൻ്റെ ഡാമേജ് പറ്റും, ബോക്സിന് എന്തെങ്കിലും ഡാമേജ് പറ്റാതിരിക്കാൻ വേണ്ടി മിക്കപ്പോഴും ടാർപ്പാണ് വിരിക്കണമെന്ന് അവർ പറയും. അപ്പോൾ ടാർപ്പൊക്കെ വിരിച്ച് കണ്ടെയ്നറിൻ്റെ അകത്ത് വിരിച്ചിട്ട് വണ്ടി ഇനി നമുക്ക് നേരെ അങ്ങോട്ടേക്ക് റിവേഴ്സ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ വണ്ടി റിവേഴ്സ് പിടിച്ചിരിക്കുകയാണ്. ഇനി എന്തായാലും അവിടെ പോയി നോക്കാം. ലോഡ് നമുക്കുള്ള ലോഡാണെന്ന് തോന്നുന്നു അവിടെ എടുത്ത് വെക്കുന്നത്. അതെ, നമ്മുടെ ലോഡാണ് അവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ. അപ്പോൾ വണ്ടി ടാർപ്പൊക്കെ വിരിച്ച് അവർക്ക് ലോഡ് കയറ്റാൻ പാകത്തിനായിട്ട് ഇട്ട് കൊടുത്ത്. ഇപ്പം നമ്മുടെ ഭായിമാർ പറഞ്ഞ ബംഗാളികളാണ് ഇവിടെ ലോഡ് കയറ്റുന്നതെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ എല്ലായിടത്തും കേരളത്തിൽ നല്ല എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ബംഗാളികൾ. എനിക്ക് തോന്നുന്നു അവർക്ക് ശമ്പളം കുറച്ച് കൊടുത്താൽ മതി, അതുകൊണ്ടായിരിക്കും ഇവന്മാർ അവിടെ വെച്ചേക്കെന്ന് പറഞ്ഞു. എവിടെ ചെന്നാലും ബംഗാളികളാണ്. അപ്പോൾ കേരളത്തിൽ ജീവിക്കണമെങ്കിൽ മലയാളത്തെക്കാട്ടി കൂടുതൽ ഹിന്ദി പഠിക്കണം. നമ്മുടെ ബംഗാളി ചേട്ടന്മാരെല്ലാം ചായ കുടിയിലാണ്. അപ്പോൾ എനിക്കും കൊണ്ടുതന്ന അവന്മാർ ഒരു ഗ്ലാസ് ചായ കൊണ്ടുതന്നു. നല്ല സ്നേഹമുള്ളവരാവട്ടെ ബംഗാളികളെന്ന് പറഞ്ഞാൽ. നമ്മൾ അതിഥി തൊഴിലാളി എന്ന് പറയുന്ന പോലെ നല്ല സ്നേഹമുള്ളവർ. അവരോട് നല്ല രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ അവന്മാരും നല്ല രീതിയിൽ സഹകരിച്ചിരിക്കുന്നത്. ഒരു പരിചയമില്ലാഞ്ഞിട്ട് എനിക്കും കൊണ്ട് ചായയൊക്കെ തന്നു, ഞാനും അവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലോഡ് അവന്മാർ വളരെ വേഗത്തിൽ കയറ്റി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ ലോഡ് കയറ്റുമ്പോൾ ഞാനൊന്ന് കിടന്ന് മയങ്ങി, കാരണം ആ ഒരു ക്ഷീണമുള്ളത് കാരണം ഒന്ന് കിടന്നു. ഇനിയിപ്പോൾ നൈറ്റ് ഫുള്ള് ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഓടേണ്ടി വരും. ഇതിപ്പോൾ ടൈമിങ്ങിലോടൊക്കെ ആയിരിക്കും, ചിലപ്പോൾ അവർക്ക് രാവിലെ പോകേണ്ടത്. കാരണം അങ്ങനെ നമ്മുടെ വണ്ടി ഫുള്ളായി, അത് മുഴുവൻ ഇരിക്കുന്ന കോംപ്ലാനാണ്. അപ്പോൾ ആ ചെറിയ ബോക്സ് ഇരിക്കുന്നതൊക്കെയാണ് നമ്മുടെ, ഞാൻ പറഞ്ഞില്ലേ ഗ്ലൂക്കോൺ ഡി എന്ന് പറഞ്ഞില്ലേ, ഗ്ലൂക്കോസിൻ്റെ ആ ചെറിയ പാക്കറ്റ്, നമ്മളൊരു പച്ച കളർ പാക്കറ്റ് മേടിക്കത്തില്ല കടയിൽ നിന്ന്.
എനർജിക്ക് കിട്ടാൻ വേണ്ടി അത് കലക്കി കുടിക്കുന്നത്, അതാണ് ആ ചെറിയ പാക്കറ്റ്. ബാക്കിയെല്ലാം ഫുള്ള് കോംപ്ലാൻ ആണുള്ളത്. അപ്പോൾ ഇത് ഇപ്പോൾ അവരുടെ കോംപ്ലാൻ ഡയറക്റ്റ് വെയർ ഹൗസ് അല്ല, അവർ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടല്ലോ, അവരുടെ വെയർ ഹൗസാണ് ഇത് വന്നേക്കെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇവിടുന്ന് എടുത്തിട്ട് ചെന്നൈയിൽ ഇതുപോലെ വേറെ ഏതോ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്, അവർക്ക് കൊണ്ട് ഇറക്കി കൊടുക്കണം. ഇപ്പം സമയം വൈകിട്ടാണ്, എന്ത് പറഞ്ഞാലും ബില്ല് കിട്ടാൻ വേണ്ടി ഒരു 6 മണിയൊക്കെ കഴിയുമെന്നാണ് അവർ പറഞ്ഞത്. അതുവരെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി. നമ്മളെപ്പോലെ തന്നെ നേരത്തെ ലോഡ് കയറ്റിയ വണ്ടികളൊക്കെയാണ് ഇത് കിടക്കുന്നത്. ഇതും പലതും പല സ്ഥലങ്ങളിലേക്കൊക്കെ പോകണം, പല സ്റ്റേറ്റിലേക്ക് പോകാൻ കിടക്കുന്ന വണ്ടികളാണ് ഇതെല്ലാം എന്ന് പറഞ്ഞാൽ. നമ്മളും അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ബില്ല് എന്തായാലും കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. കാരണം ഇപ്പോൾ ബാംഗ്ലൂരിൽ ഭയങ്കര തിരക്കായിരിക്കും. ആ തിരക്കിൻ്റെ ഇടയ്ക്ക് പോയി പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പെട്ട് പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞ് പോകാം. എന്തായാലും വണ്ടിയിൽ ബില്ലൊക്കെ കൊണ്ടുവച്ചിട്ട് കുറച്ച് നേരം വണ്ടിയെ തന്നെ വിശ്രമിക്കുക. എന്നിട്ടൊരു 8 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമേ എന്തായാലും ഞാൻ പോകുന്നുള്ളൂ. കാരണം ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയ നൈസ് റോഡിൻ്റെ ആ ഇറങ്ങുന്ന സ്ഥലം മുതൽ നൈസ് റോഡ് തീരുന്നവരെയും നല്ല ബ്ലോക്ക് ആയിരിക്കും, അല്ല ഹൊസൂർ റോഡിലും നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് എന്തായാലും ഞാൻ വണ്ടിയെ കുറച്ച് നേരം വിശ്രമിക്കാം. ഒരു 8 അങ്ങനെ നമ്മൾ ലോഡുമായിട്ട് ഇറങ്ങി. നമ്മുടെ ഇത് മുംബൈ റോഡാണ് ഈ കാണുന്നത്. പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇപ്പം നേരെ മുമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഫ്രണ്ടോട്ടേക്ക് പോകുന്നത് വഴി നേരെ പോയി കഴിഞ്ഞാൽ മജസ്റ്റിക്കിലേക്ക് ഇല്ല, നേരെ ബാക്കിലേക്ക് പോകുന്നതാണ് മുംബൈ റോഡെന്ന് പറഞ്ഞാൽ. അതായത് നെലമംഗല അങ്ങനെ തുംകൂര് കൂടി മുംബൈക്ക് പോകുന്ന വഴിയാണ്. പക്ഷേ നമുക്ക് മുമ്പോട്ട് പോകാൻ പെർമിഷൻ ഇല്ല. നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ട് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ലെഫ്റ്റ് എടുത്തതിന് ശേഷം നേരെ ഫ്ലൈ ഓവർ കയറി നൈസ് റോഡ് ചെല്ലും. നൈസ് റോഡിൽ നിന്ന് ഒരു 40-50 കിലോമീറ്ററോളം സഞ്ചരിച്ച് പിന്നീട് ഹൊസൂർ റോഡിലേക്ക് കയറി ഹൊസൂർ കൃഷ്ണഗിരി അങ്ങനെയാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇവിടെ തിരക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇത് അങ്ങനെ നമ്മൾ നൈസ് റോഡിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മൾ താഴേക്കൂടെയാണ് മുംബൈ ഹൈവേ പോകുന്നത്, നേരെ ബാംഗ്ലൂർ ടൗണിലേക്കാണ് പോകുന്നത് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഇനിയിപ്പം രാവിലെ ഷൂട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം സമയം ഒരുപാടായി, 10 മണി കഴിഞ്ഞ് സമയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനിയിപ്പോൾ വരുന്ന വണ്ടിക്കാരല്ല, ലോങ് വരുന്ന വണ്ടിക്കാരെല്ലാം ടയേർഡായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ റോട്ടിൽ രാത്രി ആയിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റോട്ടിൽ ശ്രദ്ധിച്ചോടിക്കണം. ഒന്ന് കാരണം എന്ന് പറഞ്ഞാൽ ഈ ബൈക്കുകാർ ചിലപ്പോൾ ഈ പിള്ളേരൊക്കെ ഈ എന്താ പറയുന്നത് ഹോട്ടലുകളിലൊക്കെ ഫുഡ് കഴിക്കാൻ പോയിട്ടും അവിടെ ഇവിടെ എല്ലാം പോയിട്ട് പിള്ളേർ ഒരുപാട് ഗ്രൂപ്പായിട്ട് പിള്ളേർ ബൈക്കിൽ ചിലപ്പോൾ വരും. ചിലപ്പോൾ കാറുകാർ ടാക്സിക്കാർ ഒരുപാട് കയറി വരും. പിന്നെ ഹെവി വണ്ടിക്കാർ ഇതുപോലെ ലോറികളൊക്കെ അവരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ ക്ഷീണിതരായിട്ടായിരിക്കും വണ്ടി ഓടിച്ചിരുന്നത്. എവിടെയെങ്കിലും കൊണ്ടൊന്ന് നിർത്തിയാൽ മതിയെന്ന് പറഞ്ഞ് ആയിരിക്കും വണ്ടി ഓടിച്ച് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ട് വണ്ടി ഓടിച്ചാൽ അവർക്കും ബുദ്ധിമുട്ടാകും, നമുക്കും ബുദ്ധിമുട്ടാകും. ചിലപ്പോൾ അത് അപകടങ്ങളിലേക്ക് നയിക്കും. അതുകൊണ്ട് നമ്മൾ എല്ലാവരുടെയും സേഫ്റ്റി നോക്കണം. അതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ട് ഇത് നിർത്തിയിട്ട് രാവിലെ ബാക്കി ഷൂട്ട് ചെയ്യാമെന്ന് കരുതുന്നത്. മാത്രമല്ല രാത്രി ആയിക്കഴിഞ്ഞാൽ ഇനി ഒന്നും കാണാനുമില്ല, ഇതുപോലെ റോഡ് മുഴുവൻ വിജനമായിരിക്കും. അങ്ങനെ നമ്മൾ നേരം വെളുത്ത് നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ കൃഷ്ണഗിരിയിലാണ് ഇന്ന് നൈറ്റ് സ്റ്റേ ചെയ്തതെന്ന് പറഞ്ഞാൽ. അപ്പോൾ കൃഷ്ണഗിരി നമ്മുടെ യാത്ര വീണ്ടും ചെന്നൈയിലേക്ക് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ റോഡിൻ്റെ വർക്കുകൾ നടക്കുന്ന കാരണം നടുക്ക് ഇതുപോലെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ബാരിക്കേഡ് പോലത്തെ സാധനം വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ
അപ്പോൾ നമ്മളൊരു സൈഡ് പിടിച്ചങ്ങ് പോവുകയാണ്. എന്നാലും ഇതുകൊണ്ട് ജീപ്പുകാരൊക്കെ അതിലേ കയറിയിട്ട് ഇങ്ങനെ വെട്ടിച്ച് കയറ്റിക്കൊണ്ട് വരും. അപ്പം അവർ അതിലേ പോകാൻ സിംഗിൾ ലൈനായിട്ട് പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇത് വെച്ചിരിക്കുന്നത്. എന്നാലും നിയമങ്ങളൊന്നും ആരും അനുസരിക്കാറില്ല. എല്ലാവരും അവനവൻ്റെ രീതിയിലേക്ക് പോകണം. ഈ കൃഷ്ണഗിരിയിൽ ഇനിയിപ്പം കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ നല്ല മഞ്ഞ് ഇറങ്ങുന്ന ഒരു സമയമാണെന്ന് പറഞ്ഞാൽ നല്ല മൂടൽ മഞ്ഞായിരിക്കും കുറച്ചുകൂടെ പോയി നമുക്ക് നോക്കാം. കാരണം ഞാൻ നേരത്തെ ഒരു സമയത്ത് 2-3 തവണ പോയപ്പോൾ ഇതുപോലെ നല്ല മഞ്ഞായിരുന്നു ഈ വെളുപ്പാങ്കാലത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ സമയമായതുകൊണ്ട് അല്ലെങ്കിൽ ഈ ഹൈവേ അങ്ങനെ വലിയ തിരക്കൊന്നും കാണത്തില്ല. കാരണം ചെന്നൈയിൽ നിന്ന് കൃഷ്ണഗിരിക്ക് വരുമ്പോൾ ഇത്രയും വിശാലമായിട്ടുള്ളൊരു ഹൈവേ ആയത് കാരണം നമുക്കങ്ങനെ അധികം തിരക്കുകളൊന്നും 3 ലൈനാണ് വരുന്നത് പറഞ്ഞാൽ. അതുകൊണ്ട് അധികം തിരക്ക് ഫീൽ ചെയ്യാറില്ല. ഇപ്പോൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് മൂടൽമഞ്ഞ് ചിലപ്പോൾ കാണാൻ പറ്റും. കാരണം അവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട് കേട്ടോ. ഒരു കണ്ടെയ്നർ ലോറി ഇടിച്ച് കയറിയിരിക്കുകയാണ്. കണ്ടെയ്നർ തന്നെ പാവം ഉറങ്ങിപ്പോയതാണെന്ന് തോന്നുന്നു. അയ്യോ പാവം, ബാക്ക് ടയർ ഫുള്ള് പോയി. അതുപോലെ ഡീസൽ ടാങ്ക് പൊട്ടിയിട്ടുണ്ട്. ഫ്രണ്ടിലെ 2 ടയറും ഒടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ പാവം ഉറങ്ങിപ്പോയതാണെന്ന് വന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ഇതുപോലെ രാത്രി വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഉറക്കം വന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും സേഫായിട്ട് നിർത്തിയിടണം. സേഫായിട്ട് അല്ല പമ്പിലോ അല്ല ധാബകളിലോ ഒക്കെ നിർത്തിയിട്ട് ഉറക്കം പോയതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ അപകടങ്ങൾ നമുക്കും പറ്റും. നമ്മളെ കാത്ത് ഒരുപാട് ആളുകൾ നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കാരണം മറ്റുള്ളവർക്കും അപകടം പറ്റും. അതുകൊണ്ട് ഉറക്കം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ഒരു 2 മണിക്കൂറേലും ശരിക്കൊന്ന് ഉറങ്ങിയതിന് ശേഷം മാത്രം വണ്ടി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര മുമ്പിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ചെന്നൈയെ ലക്ഷ്യമാക്കി. ഇപ്പോൾ രാവിലെ ആയത് കാരണം തന്നെ തിരക്ക് നല്ല കുറവാണ്. വണ്ടികൾ TNSTCയുടെ ബസ്സുകൾ പോകുന്നുണ്ട്. ചെറിയ ഹെവി വെഹിക്കിൾസ് മാത്രമേ ഇപ്പോൾ വരുന്നുള്ളൂ. കുറച്ചുകൂടെ കഴിഞ്ഞാൽ സ്കൂൾ ബസ്സുകളും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്ക് മുമ്പിലോട്ട് നോക്കുമ്പോൾ മഞ്ഞ് ചെറുതായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അങ്ങോട്ടേക്ക്. അപ്പോൾ മൂടൽമഞ്ഞ് ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് കൃഷ്ണഗിരി ഒരു മലകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമായതുകൊണ്ട് അവിടെ എപ്പോഴും മൂടൽമഞ്ഞാണ് ഈ രാവിലെ സമയങ്ങൾ. പ്രത്യേകിച്ച് ഈ മാസങ്ങളെന്നൊക്കെ പറഞ്ഞാൽ മൂടൽമഞ്ഞിൻ്റെ സമയങ്ങളാണ്. അപ്പം മഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഒരു തവണ ഞാൻ വന്നപ്പോൾ വണ്ടി നിർത്തിയിടേണ്ട അവസ്ഥ വന്നു. എല്ലാ വണ്ടിക്കാരും നിർത്തിയിടേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് മഞ്ഞായിരുന്നു. ഇതിപ്പോൾ മഞ്ഞിപ്പോൾ തുടക്കമാണ്. ഇനിയിപ്പോൾ നമുക്ക് മുമ്പോട്ടേക്ക് പോയി നോക്കാം. അങ്ങോട്ടേക്ക് പോകുമ്പോൾ മഞ്ഞ് കൂടുതലാണെങ്കിൽ നമ്മൾ നിർത്തിയിടേണ്ടി വരും. കാരണം റിസ്ക് എടുക്കുന്നത് ശരിയല്ല. കാരണം നമുക്ക് ചിലപ്പോൾ ഓപ്പോസിറ്റ് ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഈ റോഡിൽ കൂടെ തന്നെ ഹൈവേ ഇങ്ങനെ ഡണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇതേ റോഡിൽ കൂടെ തന്നെ ഓപ്പോസിറ്റ് ചിലപ്പോൾ വണ്ടികൾ കയറി വരും. അത് ഈ ബൈക്കുകാരൊക്കെ രാവിലെ ഇവിടുത്തെ ഈ ഗ്രാമത്തിലുള്ള ആളുകളൊക്കെ ഇങ്ങനെ വണ്ടിയായിട്ട് നേരെ കയറി വരും. വണ്ടിയും കാറുകളൊക്കെ ആയിട്ട് കയറി വരും. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ മൂടൽമഞ്ഞാണെങ്കിൽ വിസിബിലിറ്റി നമുക്കില്ലെങ്കിൽ അത് അപകടങ്ങളുണ്ടാകും. അതുകൊണ്ട് നമ്മൾ നോക്കി വണ്ടി ഓടിക്കണം. അപ്പോൾ മഞ്ഞ് കനത്ത് വരികയാണ്. അപ്പോൾ ഫ്രണ്ടേ പോകുന്ന കണ്ടെയ്നർ കാണാം. അതായത് സ്കൂൾ ബസ്സൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് നിന്നൊക്കെ കയറി വരും. ഈ കിടക്കുന്ന ട്രെയിലർ ഇതൊക്കെ നൈറ്റ് വന്ന് ഇവർ സ്റ്റേ ചെയ്യുന്നതാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ. ഈ ട്രെയിലറും കണ്ടെയ്നറുകളും എല്ലാം നൈറ്റ് ഇതുപോലെ വണ്ടികളെല്ലാം ഒരുമിച്ച് എവിടെയെങ്കിലും കൂടി കിടക്കുന്ന സ്ഥലങ്ങളിൽ വന്ന് അവർ ബാക്കിൽ നിർത്തിയിട്ട് സ്റ്റേ ചെയ്യുന്നത്. കാരണം അതാകുമ്പോൾ കുറച്ച് സേഫ്റ്റി ഉണ്ട്. അല്ലെങ്കിൽ ഒറ്റയ്ക്കൊക്കെ കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കെതിരെ ആക്രമണം ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ ഡീസൽ അടിച്ചുകൊണ്ട് പോകും, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഇങ്ങനെ ചിലപ്പോൾ വണ്ടികൾ ഒരുമിച്ച് കൂടി കിടക്കുന്ന സ്ഥലങ്ങളിൽ എല്ലാവരും അതിൻ്റെ ബാക്കിൽ വന്നായിട്ട് കിടന്ന് അവിടെ വിശ്രമിച്ചതിന് ശേഷം രാവിലെ ഒരു വണ്ടി എടുത്തുകൊണ്ട് പോകും. അല്ലെങ്കിൽ പമ്പുകളോ ധാബുകളോ ഒക്കെ ആയിരിക്കും നമ്മളുടെ ആശ്രയം എന്ന് പറഞ്ഞാൽ. എന്തായാലും നമ്മുടെ മുമ്പേ പോകുന്ന വണ്ടിക്കാരെല്ലാവരും 4 സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. ഞാനും ഇട്ടിട്ടുണ്ട്, 4 സൈഡ് ഇട്ടിട്ടുണ്ട്. കുറച്ചും കൂടെ മുമ്പോട്ടേക്ക് പോയി നോക്കാം. മഞ്ഞ് അധികമാണെങ്കിൽ മാത്രം എവിടെയെങ്കിലും സൈഡ് ഒതുക്കാം.
സ്റ്റേജ് 0യിലേക്ക് വീണ്ടും വരികയാണ്. അതുകൊണ്ട് ഇനി വണ്ടി ഓടിക്കുന്ന അത്രയ്ക്ക് ശരിയല്ല. അതുകൊണ്ട് ഏതെങ്കിലും സൈഡ് നോക്കിയിട്ട് ഞാനും വണ്ടി നിർത്താൻ വേണ്ടി പോവുകയാണ്. എൻ്റെ ഫ്രണ്ടിലും പോകുന്ന വണ്ടി എനിക്ക് കാണാൻ മേല. ഇനി എൻ്റെ ബാക്കിൽ ഏതെങ്കിലും വണ്ടി വരുന്നുണ്ടെങ്കിൽ അവനും എന്നെ ചിലപ്പോൾ കാണാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ മഞ്ഞ് കാരണം സ്ലോ ആക്കുമ്പോൾ അവൻ ചിലപ്പോൾ സ്പീഡിൽ വന്നു കഴിഞ്ഞാൽ അവിടെ അപകടമുണ്ട്. അതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും നിർത്തിയിട്ട് പിന്നെ യാത്ര തുടരാം. ഇപ്പോൾ വൈകുന്നേരം സമയമായി. രാവിലത്തെ മഞ്ഞ് കാരണം കുറേ സമയം നമുക്ക് മിസ്സായി. അപ്പോൾ കസ്റ്റമറെ വിളിച്ചപ്പോൾ പറഞ്ഞ് ഇന്ന് വൈകുന്നേരത്തേക്ക് ലോഡ് എത്തിക്കണമെന്ന് പറഞ്ഞ കാരണം ഇടയ്ക്കത്തെ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. സേഫായിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞ് അതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റി. അങ്ങനെ നമ്മൾ ചെന്നൈയിലെ റെഡ് ഹിൽസിലുള്ള കോംപ്ലാൻ്റെ വേറൊരു വെയർ ഹൗസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതും ഹോൾസെയിലായിട്ട് എടുക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ്. അവരുടെ വെയർ ഹൗസിലാണ് എത്തിയിരിക്കുന്നത് പറഞ്ഞാൽ. അപ്പോൾ ഇടയ്ക്കുള്ള ചില ഭാഗങ്ങളൊന്നും മെയിനായിട്ടുള്ള ഭാഗങ്ങളൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാനോ റോട്ടിലെ കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല. കാരണം രാവിലെ ആ മഞ്ഞ് കാരണം എനിക്ക് ഒരുപാട് സമയം ഡിലേ ആയിപ്പോയി. അപ്പോൾ കസ്റ്റമറെ വിളിച്ചിട്ട് സാധനം അർജൻറ്റാണ് വരണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ഷൂട്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് സാധനം എത്തിച്ചല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം തന്നെ സമയം പോയത് കാരണം അവർ ആളുകളെല്ലാം പോയി. അപ്പോൾ അവർ പറഞ്ഞ് കുഴപ്പമില്ല, നാളെ രാവിലത്തേക്ക് ഇറക്കാമെന്ന് പറഞ്ഞു. അവർ ഇത്രയും നേരം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. പക്ഷേ എനിക്ക് ഓടിയെത്താൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ അവർ പറഞ്ഞ് കുഴപ്പമില്ല, സാധനം സ്റ്റോക്ക് ഇരിപ്പുണ്ട്, നമുക്ക് അടുത്ത ദിവസത്തേക്ക് നാളെ രാവിലത്തേക്ക് ഇറക്കാമെന്ന് പറഞ്ഞ് ഇവിടെ വെയിറ്റ് ചെയ്യാം. അവിടുത്തെ കമ്പനിയിലെ സെക്യൂരിറ്റി ചേട്ടൻ്റെ സൈക്കിൾ എടുത്തുകൊണ്ട് രാത്രി കഴിക്കാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പോൾ ഇത്രയും ഓടി വന്ന കാരണം ഇനിയിപ്പോൾ കുക്ക് ചെയ്ത് കഴിക്കാനുള്ള സമയമൊന്നുമില്ല, അതിൽ ഭയങ്കര ക്ഷീണമാണ്. അപ്പോൾ നമ്മൾ കിടന്നതിൻ്റെ തൊട്ടപ്പുറം ഒരു ആന്ധ്രാക്കാർ നടത്തുന്ന ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ ആ ഹോട്ടലിൽ വന്നിട്ട് ചപ്പാത്തി കഴിക്കാൻ. അപ്പോൾ ചേട്ടൻ നമ്മളോട് ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. ചപ്പാത്തിയും അവിടെ കറി അതിൻ്റെ കൂടെ ഫ്രീ ആണ്. നമ്മുടെ അവിടെ അമ്മച്ചിയാണ് ഇരിക്കുന്നത്, അമ്മച്ചിയുടെ കടയാണ് അതെന്ന് പറഞ്ഞാൽ. അമ്മച്ചി അവിടെ സീരിയലിൽ ലയിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഞാൻ എൻ്റെ അമ്മയുടെ കാര്യമൊക്കെ ആലോചിക്കുകയായിരുന്നു. അവരെ എല്ലാ സ്ഥലത്തും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അമ്മമാരെല്ലാം ഒരുപോലെയാണ്. ഏതെങ്കിലും ഒരു TV പ്രോഗ്രാം കാണാം അവർക്ക് ഫേവറേറ്റ്. അപ്പോൾ തെലുങ്കിലെ ഏതോ ഒരു സീരിയലാണ് അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അമ്മച്ചി അതിലേക്ക് ലയിച്ചിരിക്കുകയാണ്. ഞാൻ ആദ്യം അമ്മച്ചിയോടെ പറഞ്ഞു, അമ്മച്ചി മനസ്സിലായില്ല. പിന്നെ ആ ചേട്ടനോട് പറഞ്ഞപ്പോഴാണ് ചേട്ടൻ എനിക്ക് ചപ്പാത്തി ഓംലേറ്റും ഒക്കെ കൊണ്ടുതന്നു. നമ്മുടെ സെക്യൂരിറ്റി ആണെങ്കിൽ സൈക്കിൾ അവിടെ വാതിൽക്കെ വെച്ചോളാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ പിറ്റേ നമ്മൾ രാവിലെ നമ്മുടെ ലോഡ് ഇറക്കാൻ വേണ്ടി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കൊണ്ടുവന്ന ലോഡ്. കണ്ടോ, കോംപ്ലാൻ എഴുതിയേക്കുന്നുണ്ടോ? ഇതാണ് കോംപ്ലാൻ ഹോൾസെയിൽ ആയിട്ടുള്ളത് ഒരു വെയർ ഹൗസ്. കണ്ടോ, അപ്പോൾ നമ്മുടെ അവിടെ ലോഡ് ഇറക്കുന്ന ചേട്ടന്മാരൊക്കെ വന്നിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെപ്പോൾ ലോഡിങ്ങുകാരൻ ഇതാണ്. ഇതേ കോംപ്ലാൻ കണ്ടോ, പാക്കറ്റ് കണ്ടോ, കോംപ്ലാൻ നമ്മുടെ പാക്കറ്റ് ഈ നമ്മുടെ വണ്ടിക്കകത്ത് വന്ന പൊട്ടിയതല്ല, അവിടെ വെയർ ഹൗസിൽ ഇരുന്ന ഒരു ഇതാണ്, കവറാണ് ഇത് ഞാൻ കാണിക്കുന്നത് പറഞ്ഞാൽ. അപ്പോൾ പിള്ളേരൊക്കെ ആരെങ്കിലുമൊക്കെ ഇത് കടയിൽ പോയി മേടിക്കുമ്പോൾ ആലോചിക്കുക നമ്മളെപ്പോലുള്ള ഒരുപാട് ആളുകളുടെ കഷ്ടപ്പാട് ഇതിൻ്റെ പിന്നിൽ ഉണ്ടെന്ന്. അപ്പോൾ നമ്മുടെ വണ്ടി അവർ പകുതിയോളം ഇറക്കി കഴിഞ്ഞിരിക്കുകയാണ്, ഇറക്കി തീർന്നു. ഇതാണ് നമ്മുടെ ലോഡിങ്ങുകാർ ചേട്ടന്മാരെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ നാട്ടിലെപ്പോലെ യൂണിഫോം ഒന്നുമില്ല. പക്ഷേ ഇവർക്ക് നമ്മുടെ നാട്ടിലെപ്പോലെ അധികം പൈസ ഒന്നും കൊടുക്കും, വളരെ തുച്ഛമായ പൈസ ഏതാണ്ടേ ഉള്ളൂ ഇവർക്കെന്ന് പറഞ്ഞാൽ. അത് കമ്പനിയാണ് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ലോഡൊക്കെ ഇറക്കി നമ്മുടെ റിസീവ്ഡ് മേടിച്ചിട്ട് ഇനി നമ്മൾ അടുത്ത ലോഡിന് വേണ്ടി വെളിയിൽ വെയിറ്റ് ചെയ്യണം. അപ്പം എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല ഈ യാത്രയിൽ. കാരണം ഈ ടൈമിങ് ലോഡൊക്കെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. പ്രത്യേകിച്ച് ഈ റോഡിലെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതുപോലെ ഓരോ സാധനങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നതെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. ഇപ്പം കോംപ്ലാനൊക്കെ മേടിക്കാൻ കടയിൽ പോകുമ്പോൾ ആലോചിക്കുക, ഇതുപോലെ ഒരുപാട് വണ്ടികളും ആളുകളൊക്കെ കൈമറിഞ്ഞിട്ടാണ് ഇങ്ങനെ ലോഡ് നമ്മുടെ വീടുകളിൽ എത്തുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരുപാട് ആളുകളുടെ കഷ്ടപ്പാട് ഓരോ പ്രൊഡക്റ്റിന് പിന്നിലുമുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോയിൽ